ലിമ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഒരു ടാക്സി പിടിച്ച് ഞാൻ റിയൽ ഫെലിപ്പെ ഫോർട്രസിലേക്കുള്ള യാത്രയിലാണ്. കല്ലാവോ റീജിയനിൽപ്പെട്ട പ്രദേശങ്ങളാണിത്. തുറമുഖ പട്ടണമാണ് കല്ലാവോ. നേരം 9 മണി കഴിഞ്ഞെങ്കിലും വെയിൽ പരന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾക്കും തെളിച്ചം കുറവാണ്. വലതുവശത്ത് കാണുന്ന തിട്ടയ്ക്കപ്പുറത്തുകൂടി റിമാക് നദി ഒഴുകുന്നുണ്ട്. ചേരി പ്രദേശം പോലുള്ള ഒരു ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇടതുവശത്താകട്ടെ ടോഡോസ് ലിനിഡോസ് എന്ന പ്രദേശമാണ്. അവിടെയും സൗന്ദര്യമേതുമില്ലാത്ത കെട്ടിടങ്ങൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നതാണ് കാഴ്ച. മിക്ക കെട്ടിടങ്ങളും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അതിനപ്പുറം സാന്റാ റോസ എന്ന പ്രദേശം. കണ്ടെയ്നർ ലോറികളും നീളൻ ട്രക്കുകളുമെല്ലാമാണ് റോഡിൽ. അക്കാണുന്നത് പെട്രോ പെറുവിന്റെ ഡിപ്പോയാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ് കല്ലാവോ. ചെറുതും വലുതുമായ നിരവധി വ്യവസായശാലകളുണ്ടിവിടെ. അവിടുത്തെ തൊഴിലാളികളായ സാധാരണക്കാരുടെ വീടുകളും മറ്റുമാണ് ഇക്കാണുന്നവയിൽ അധികവും. കണ്ടെയ്നറുകൾ അടുക്കി വെച്ചതുപോലെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും എന്നതാണ് രസകരമായ കാര്യം. സമ്പന്നരുടെ വാസപ്രദേശമല്ല ഇത്. പോർട്ടിലെയും ഫാക്ടറികളിലെയും ജീവനക്കാരും ട്രക്ക് ഡ്രൈവർമാരുമൊക്കെയാണ് ഇവിടുത്തെ നിവാസികളിൽ ഏറെയും. അതിബൃഹത്തായ ഒരു തുറമുഖമാണ് കല്ലാവോയിലേത്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർ പെറു ഉൾപ്പെടെയുള്ള മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച കാലം മുതൽ തന്നെ പസഫിക്കിലെ പ്രമുഖ തുറമുഖങ്ങളിലൊന്നായി കല്ലാവോ വികസിച്ചിരുന്നു. ഇപ്പോഴും ആ പ്രാധാന്യം നിലനിൽക്കുന്നുമുണ്ട്. സാന്താ മറീന എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പാതയോരത്ത് മുച്ചക്ര വാഹനങ്ങൾ. അവന്യൂ മിഗ്വേൽ ഗാരു എന്ന പാതയാണിത്. 4 നൂറ്റാണ്ടിലേറെയായി പെറുവിലെ ഏറ്റവും പ്രമുഖമായ തുറമുഖ പ്രദേശമാണിവിടം. പോർട്ട് ടൗൺ ആകുമ്പോൾ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് കൂടിയാണ് കല്ലാവോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഉണ്ടായിരുന്ന തരം കെട്ടിടങ്ങളാണ് പാതയുടെ ഇരുഭാഗത്തും. റെസ്റ്റോറന്റുകളും പബ്ബുകളും ഡാൻസ് ബാറുകളും നൈറ്റ് ക്ലബ്ബുകളുമെല്ലാം ഉണ്ടിവിടെ. വേനൽ മാസങ്ങളിൽ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കായിരിക്കും കല്ലാവോയിൽ. സ്പെയിനിൽ നിന്നും എത്തുന്ന ടൂറിസ്റ്റുകൾ ആഴ്ചകളോളം തന്നെ കല്ലാവോയിൽ താമസിക്കുന്നത് പതിവാണ്. കൊളോണിയൽ കാലത്തെ പല കെട്ടിടങ്ങളും ടൂറിസ്റ്റ് ലോഡ്ജുകളാണ് ഇന്ന്. പാതയോരത്ത് കാറുകളുടെ നീണ്ട നിര. വലിയ ഷോപ്പിംഗ് മാളുകളും തിയേറ്ററുകളും ഫുഡ് കോർട്ടുകളും പാതയ്ക്കിരുവശവുമുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയിലാണ് ഇവിടമെല്ലാം കൂടുതൽ സജീവമാവുക. കല്ലാവോ ഏരിയ വലിയൊരു ടൂറിസം സെന്ററായി വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ചെറിയ സ്ക്വയറുകളും ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന തുറന്ന പ്രദേശങ്ങളും പലയിടത്തും കാണാം. ടൂറിസത്തിനായി ഒരുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇവിടമെല്ലാം വൃത്തിയാക്കിയിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കൊളോണിയൽ കാലത്തെ പല കെട്ടിടങ്ങളും പുനരുദ്ധരിച്ചു കഴിഞ്ഞു. ബാൽക്കണിയോടുകൂടിയ പഴയ കെട്ടിടങ്ങൾ നിറം മങ്ങി അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം പുനരുജ്ജീവിപ്പിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കുറച്ചു ദൂരം കൂടി ഓടി കാർ റിയൽ ഫെലിപ്പെ കോട്ടയുടെ സമീപത്തേക്കെത്തി. കോട്ടയ്ക്ക് മുന്നിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറാണിത്. സ്പാനിഷിൽ പ്ലാസ ഇൻഡിപെൻഡൻഷ്യ എന്നറിയപ്പെടുന്ന ചത്വരം. അവിടെ കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. പെറൂവിയൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഈ കോട്ട. ഇതാണ് റിയൽ ഫെലിപ്പെ ഫോർട്രസിന്റെ പ്രധാന കവാടം. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ നിർമ്മിതമായ കോട്ടയാണ്. കമാന വഴിയിലൂടെ ഞാൻ കോട്ടയുടെ അകത്തേക്ക് കയറി. മടിയന്മാർക്കുള്ള ശിക്ഷയെന്നോണം ഏതാനും പട്ടാളക്കാർ ഓടുന്നു. അക്കാണുന്ന വൃത്താകാരത്തിലുള്ള ടവറാണ് കോട്ടയുടെ പ്രധാന ഭാഗം. കിങ്സ് ടവർ എന്നാണ് അതറിയപ്പെടുന്നത്. നക്ഷത്ര ആകൃതിയിലുള്ളതാണ് കോട്ട. അതിലെ പ്രധാന ഭാഗമാണ് ആ ടവർ. ടിക്കറ്റ് എടുത്ത് കോട്ടയിലെ മ്യൂസിയത്തിലേക്ക് നടത്തം തുടർന്നു. എന്റെ ഡ്രൈവർ ഓസ്വാൾഡോ സഹായിയായി കൂടെയുണ്ട്. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് കടൽ കൊള്ളക്കാരിൽ നിന്നും ലിമ തുറമുഖത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച കോട്ടയാണിത്. പെറൂവിയൻ സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യത്തിന്റെ 40 വർഷങ്ങൾക്ക് ശേഷവും വലിയ ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട.
കൊളോണിയൽ കാലത്ത് സ്പാനിഷ് സൈനിക ശക്തിയുടെ പ്രതീകമായിരുന്നു റിയൽ ഫെലിപ്പെ ഫോർട്രസ്. പണ്ട് കോട്ടയിലെ ഏറ്റവും സുരക്ഷിതമായ ഭാഗമായിരുന്നു ഇത്. പെറൂവിയൻ മേഖലയിൽ നിന്നും സ്പെയിൻകാർ ശേഖരിച്ച സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ളവ സംഭരിച്ചു വച്ചിരുന്നത് ഇവിടെയാണ്. കനത്ത കാവലായിരുന്നു അന്നിവിടെ. കെട്ടിടഭിത്തിയിലുണ്ടായിരുന്ന സ്പാനിഷ് രാജകീയ ചിഹ്നങ്ങൾ തകർത്തു കളഞ്ഞതായി കാണാം. പെറു സ്വതന്ത്രമായ കാലത്ത് ദേശീയ നായകൻ സാൻ മാർട്ടിന്റെ നിർദ്ദേശപ്രകാരം റിപ്പബ്ലിക്കൻ സേന അതെല്ലാം തകർക്കുകയായിരുന്നു. യുദ്ധകാലത്ത് ഇവിടെയുണ്ടായിരുന്ന കൊളോണിയൽ സൈന്യാധിപൻ ജോസ് ഡി ലാമാർ റിപ്പബ്ലിക്കൻ സൈന്യത്തിന് മുൻപിൽ കീഴടങ്ങിയതും ഇവിടെ വച്ചു തന്നെ. വലിയ നിലവറകളാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഒരു കാലത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടികൾ അട്ടിയിട്ട് വെച്ചിരുന്ന ഹാളുകൾ. പെറുവിൽ നിന്ന് ഖനനം ചെയ്തെടുത്തവ മാത്രമായിരുന്നില്ല അത്. ഇൻക ഗോത്രരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ നിന്നും ഇൻക ക്ഷേത്രങ്ങളിൽ നിന്നും പിടിച്ചെടുത്തവയായിരുന്നു അതിൽ നല്ലൊരു ഭാഗവും. പെറുവിന്റെ ചരിത്രം വിവരിക്കുന്ന കുറെ പ്രദർശന വസ്തുക്കളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. സ്പെയിൻകാർ ഇൻകാകളെ കീഴടക്കിയതിന്റെയും മതപ്രചരണത്തിന്റെയും മറ്റ് കൊളോണിയൽ കാല സംഭവങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെയും ചരിത്രം പറയുന്ന പ്രദർശനം. അവസാനത്തെ ഇൻക രാജാവ് തുപാക് അമരുവിന്റെ ശില്പമാണിത്. 1570 രാജാവായ തുപാക് അമരു സ്പെയിൻകാരെ പെറുവിൽ നിന്നും തുരത്തുന്നതിനായുള്ള നിരന്തര പോരാട്ടത്തിലേർപ്പെട്ടയാളാണ്. സ്പാനിഷ് തോക്കുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോൾ വനത്തിലേക്ക് പലായനം ചെയ്ത തുപാക് അമരുവിനെ സ്പെയിൻകാർ പിന്തുടർന്നു ചെന്ന് പിടികൂടി. കുസ്കോയിലേക്ക് കൊണ്ടുപോയ തുപാക് അമരുവിനെ 1572 സെപ്റ്റംബർ 24 പ്ലാസ മയോറിൽ വെച്ച് പരസ്യമായി വധിക്കുകയാണുണ്ടായത്. ഇവിടെ ഇങ്ങനെ കുറെ അർദ്ധകായ പ്രതിമകളുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ സ്പാനിഷ് കോളനി ഭരണം അവസാനിപ്പിക്കാൻ സൈമൺ ബോളിവർ, ജോസ് ഡി സാൻ മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ വിവിധ സൈനിക ദളങ്ങളെ നയിച്ചവർ. ഘോരമായ യുദ്ധത്തിലൂടെ ഒരു ഭാഗത്ത് സൈമൺ ബോളിവർ വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ എന്നിവയെ മോചിപ്പിക്കുമ്പോൾ സാൻ മാർട്ടിൻ അർജന്റീനയുടെയും ചിലിയുടെയും പെറുവിന്റെയും വിമോചകനായി. സാൻ മാർട്ടിന്റെ പ്രതിമയാണിത്. ചിലി മോചിപ്പിച്ച ശേഷം തന്റെ സൈന്യവുമായി പെറുവിലെത്തിയ ഇദ്ദേഹം കൊളോണിയൽ സേനയെ തോൽപ്പിച്ച് പെറുവിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. സ്പെയിൻകാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഒരു ഭാഗത്ത്. സൈനിക മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ആയുധങ്ങളുടെയും പടച്ചട്ടകളുടെയും പ്രദർശനത്തിനാണ് ഇവിടെ പ്രാമുഖ്യം. പലതരം പീരങ്കികൾ. പെറുവിൽ നിന്നും സംഭരിച്ച വിലയേറിയ സാധനങ്ങൾ കപ്പലിൽ കയറ്റുന്നതിനു മുൻപ് കനത്ത കാവലിൽ സംരക്ഷിച്ചിരുന്ന ഇടം എന്ന നിലയിലാണ് ഈ ഹാളുകൾ ഏറ്റവും പ്രസക്തമാവുന്നത്. അടുത്ത ഹാളിൽ പട്ടാള യൂണിഫോമുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊളോണിയൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്ത റിപ്പബ്ലിക്കൻ സേനയിൽ വിവിധ റാങ്കുകളിൽ ഉണ്ടായിരുന്നവരുടെ യൂണിഫോമാണ്. സ്പാനിഷ് പടയാളികളുടെ യൂണിഫോമിന് സമാനമായിരുന്നു വിമോചന സേനയുടെയും വേഷം. പിന്നീട് പെറു സ്വതന്ത്രമായപ്പോൾ രാജ്യത്തിന്റെ സേനയുടെ യൂണിഫോമും ഈ വിധം തന്നെയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ഇത്തരത്തിൽ വർണ്ണാഭമായിരുന്നു പെറുവിയൻ സൈനികരുടെ വേഷം. സ്വതന്ത്ര പെറുവിന്റെ ആദ്യ ദേശീയ പതാക ഇതാണ്. സ്വാതന്ത്ര്യ സമരനായകൻ ജോസ് ഡി സാൻ മാർട്ടിൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് ഇത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിലെ വിവിധ നായകരുടെ പ്രതിമകൾ. ഇതെല്ലാം പെറൂവിയന്മാരായിരുന്നില്ല എന്നതാണ് സവിശേഷത. ചിലി, ഇക്വഡോർ, അർജന്റീന, വെനസ്വേല, കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെല്ലാം പെറുവിനെ സ്പാനിഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു. കോളനികളിൽ ജനിച്ച സ്പാനിഷ് പൈതൃകമുള്ളവർ തന്നെയാണ് കൊളോണിയൽ ഭരണത്തിനെതിരെ ആയുധമെടുത്തതും പെറു ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കോളനി വാഴ്ച അവസാനിപ്പിച്ചതും. ഇവിടെ ചെറിയൊരു ചാപ്പലുണ്ട്. കൊളോണിയൽ ഭരണത്തിലെ കൊള്ളകൾക്കും അനീതികൾക്കും സാക്ഷിയായെന്നോണം ഇത്തരം കോട്ടകളിലെല്ലാം ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. പ്രദർശന ഹാളിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടന്നു. പീരങ്കികളും ഉണ്ടകളും പലയിടത്തുമുണ്ട്. സ്പാനിഷ് കോളനിവൽക്കരണ കാലം ലോക ചരിത്രത്തിലെ തന്നെ അതിക്രൂരമായ സംഭവങ്ങളുടെ കാലം കൂടിയാണ്. ഓരോ പ്രദേശവും കീഴടക്കി അവിടുത്തെ ജനതയെ ഏറ്റവും ക്രൂരമായി അവർ പീഡിപ്പിച്ചു.
സ്വന്തം ആവാസയിടം സംരക്ഷിക്കുന്നതിനായി ചെറുത്തുനിന്ന തദ്ദേശ ഗോത്രങ്ങളെ അതിക്രൂരമായി കൊന്നൊടുക്കുകയാണ് സ്പെയിൻകാർ ചെയ്തത്. തോക്കും വെടിമരുന്നും കണ്ടിട്ടില്ലാത്ത ഗോത്രജനത സ്പാനിഷ് തീയുണ്ടകളേറ്റ് പിടഞ്ഞു വീഴുകയായിരുന്നു. ഇൻകാകളുടെ രാജാക്കന്മാരെ എന്ന പോലെ തങ്ങൾക്കെതിരെ നിന്നവരെയെല്ലാം സ്പെയിൻകാർ പരസ്യമായി വധിച്ചു. ഇവിടെ 2 കൂറ്റൻ നങ്കൂരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്ന നങ്കൂരങ്ങളാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെ എയർപോർട്ട് നിർമ്മിക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്നും ലഭിച്ചതാണ് നങ്കൂരങ്ങൾ. 1746-ൽ കല്ലാവോ തുറമുഖത്തെ പൂർണ്ണമായും തകർത്തുകളഞ്ഞ ഒരു സുനാമിയിൽ തുറമുഖത്ത് നങ്കൂരമിട്ട ഒട്ടേറെ കപ്പലുകൾ നാമാവിശേഷമായിരുന്നു. അവയുടെ ഭാഗങ്ങൾ കരയിൽ 6 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് ചിതറി വീണു. ലിമ നഗരത്തെയും കല്ലാവോയെയും ആകെ തകർത്തുകളഞ്ഞ ഭൂകമ്പവും സുനാമിയുമാണ് 1746-ൽ ഇവിടെ ഉണ്ടായത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകവും ടൂറിസ്റ്റ് കേന്ദ്രവുമാകയാൽ പെറൂവിയൻ സൈന്യം വളരെ ശ്രദ്ധയോടെ റിയൽ ഫെലിപ്പെ ഫോർട്രസ് സംരക്ഷിക്കുന്നുണ്ട്. 1747-ലായിരുന്നു ഈ കോട്ടയുടെ നിർമ്മാണം. ഫ്രഞ്ച് വാസ്തുശില്പി ലൂയിസ് ഗോഡിനായിരുന്നു ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കിയത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പസഫിക് യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച അൺനോൺ സോൾജിയർ മോണിമെന്റാണ് ഇത്. നക്ഷത്രാകൃതിയിലുള്ള കോട്ടയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മറ്റൊരു ഭാഗം ഇതാണ്. അവിടെ കുറെ ടാങ്കുകളും കവചിത വാഹനങ്ങളും പ്രദർശനത്തിനായി നിരത്തിയിട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിനു ശേഷം പെറു ദൈർഘ്യമേറിയ പല യുദ്ധങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. ചിലിയുമായും ഇക്വഡോറുമായുമുള്ള യുദ്ധങ്ങളായിരുന്നു അതിൽ പ്രധാനം. 20-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ പെറു ഉപയോഗിച്ച കവചിത വാഹനങ്ങളാണ് ഇത്. അമേരിക്കയിൽ നിന്നും വാങ്ങിയ വാഹനങ്ങൾ. 2-ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചതും കേടുപാടുകൾ സംഭവിക്കാത്തതുമായ കുറെ യുദ്ധോപകരണങ്ങൾ അവർ പെറുവിന് വിറ്റിരുന്നു. 1950-കളിലാണ് പെറു ഇത് വാങ്ങിയത്. ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങൾക്കും ഇത്തരം പഴയ യുദ്ധോപകരണങ്ങൾ അമേരിക്ക വിറ്റിട്ടുണ്ട്. ഇതെല്ലാം 2-ാം ലോകമഹായുദ്ധത്തിൽ പല യുദ്ധമുഖങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ച വാഹനങ്ങൾ തന്നെ. ആധുനിക കാലത്ത് ഈ കവചിത വാഹനങ്ങൾ കാഴ്ചവസ്തുക്കൾ മാത്രമായി കഴിഞ്ഞു. പെറുവിന്റെ കൈവശമെത്തിയ ശേഷം ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത വാഹനങ്ങളാണ് ഇവിടെയുള്ളവയിൽ കൂടുതലും. എന്നാൽ 1941-ലെ ഇക്വഡോറിയൻ പെറൂവിയൻ യുദ്ധത്തിൽ ഉപയോഗിച്ച ചില വാഹനങ്ങളും ഇവിടെയുണ്ട്. അതും അമേരിക്കയിൽ നിന്ന് വാങ്ങിയവ തന്നെ. ഒരു പൂച്ച ടാങ്കിനെ തന്റെ വാസയിടമാക്കിയിരിക്കുന്നു. 1920-കളിലാണ് പെറു അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി തുടങ്ങിയത്. ചിലി, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന അതിർത്തി സംഘർഷങ്ങൾ മേഖലയിലെ ആയുധ മത്സരത്തിന് വഴിയൊരുക്കുകയായിരുന്നു. 1939 മുതൽ 1945 വരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലോകമഹായുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവിടെ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇക്വഡോറിന്റെ എൽ ഓറോ പ്രവിശ്യയിലേക്ക് പെറൂവിയൻ സൈന്യം അതിക്രമിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ യുദ്ധമായിരുന്നു അത്.
1879 മുതൽ 1884 വരെ നടന്ന പസഫിക് യുദ്ധത്തിൽ അരീക്ക പ്രദേശത്തെ സൈന്യത്തെ നയിച്ച പെറൂവിയൻ ജനറൽ ഫ്രാൻസിസ്കോ ബൊലോഗ്നസി വസിച്ച വീടിന്റെ മാതൃകയാണിത്. ഹൗസ് ഓഫ് ദി ആൻസർ എന്നാണ് ഇതിന് വിശേഷണം. അറ്റക്കാമ മരുഭൂമിയിൽ ബൊളീവിയയുടെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ചിലി നടത്തിയ യുദ്ധമാണ് പസഫിക് യുദ്ധമായി പരിണമിച്ചത്. പെറു ബൊളീവിയയോടൊപ്പം ചേർന്നു. ഇതോടെ ചിലിയൻ സൈന്യം പെറൂവിയൻ നഗരങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. തുടർന്ന് ചിലിയൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഫ്രാൻസിസ്കോ ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന എല്ലാ പെറൂവിയൻ സൈനികരും മരിച്ചു. അരീക്ക ചിലിയുടെ അധീനതയിലാവുകയും ചെയ്തു. പെറുവിന്റെ ദേശീയ നായകനായാണ് ഫ്രാൻസിസ്കോ ബൊലോഗ്നസി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിനുള്ള സ്മാരകം കൂടിയാണ് ഈ മന്ദിരം. സ്പാനിഷ് കോളനി വാഴ്ച അവസാനിച്ചതോടെ കുറേക്കാലം ഈ കോട്ട അവഗണിക്കപ്പെട്ടു കിടന്നിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ടവറുണ്ട്. ക്വീൻസ് ടവർ എന്നാണ് അതറിയപ്പെടുന്നത്. നേരത്തെ കോട്ടയിലെ കിങ്സ് ടവർ ഞാൻ കണ്ടിരുന്നു. പുതിയ കാലത്തെ സൈനിക കേന്ദ്രങ്ങളാണ് അകലെ കാണുന്നത്. സ്വതന്ത്ര പെറുവിന്റെ നിയന്ത്രണത്തിൽ വന്ന ശേഷം ജയിലായി മാറിയ കോട്ട പസഫിക് യുദ്ധകാലം മുതൽ 1955 വരെയും ഒരു കസ്റ്റം ഹൗസായി മാറിയിരുന്നു. 1984 റിയൽ ഫെലിപ്പെ ഫോർട്രസിനെ ഒരു സൈനിക ചരിത്ര മ്യൂസിയമാക്കി മാറ്റിയത്. ക്വീൻസ് ടവറിലേക്കുള്ള റാമ്പാണ് ഇത്. ആ ടവറിനകത്തേക്ക് പോകുന്നില്ല. ഗൈഡ് ഞങ്ങൾ സഞ്ചാരികളെയും നയിച്ച് കിങ്സ് ടവറിലേക്ക് നടക്കുകയാണ്. 250 വർഷത്തെ സംഭവബഹുലമായ ചരിത്രമുള്ള കോട്ടയാണിത്. ലിമ എന്ന സുന്ദര നഗരത്തെയും പെറുവിന്റെ വാണിജ്യം നിയന്ത്രിച്ചിരുന്ന കല്ലാവോ തുറമുഖത്തെയും പെറുവിന്റെ തീരമേഖലയെയും എല്ലാം സംരക്ഷിച്ചിരുന്നത് ഒരു കാലത്ത് ഈ കോട്ടയിൽ നിലയുറപ്പിച്ചിരുന്ന സൈനികരാണ്. പിന്നീട് ജയിലായി മാറിയപ്പോൾ ഇവിടം പീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായി. സ്പാനിഷ് കൊളോണിയൽ ഭരണത്തോട് കൂറു പുലർത്തിയിരുന്നവരെയാണ് അന്ന് പ്രധാനമായും ഇവിടെ തടവിലിട്ടിരുന്നത്. താഴെ ഇക്കാണുന്നത് പണ്ട് സൈനിക ഓഫീസർമാരുടെ താമസ കേന്ദ്രങ്ങളും കാര്യാലയങ്ങളും ഉണ്ടായിരുന്ന ഭാഗമാണ്. ഇപ്പോൾ അതിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും ടിക്കറ്റിംഗ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നു. 2.5 നൂറ്റാണ്ട് പിന്നിട്ട നിർമ്മിതിയെ ഭംഗിയായി തന്നെ നിലനിർത്തിയിട്ടുണ്ടിപ്പോൾ. ഇവിടെ നിന്നും പടവുകൾ കയറി വേണം കിങ്സ് ടവറിലേക്കെത്താൻ. നീളൻ കൽപ്പടവുകൾ. അത് കയറുമ്പോൾ വിസ്തൃതമായ ഒരു ഭാഗത്തേക്കെത്തുന്നു. ഒരിടത്ത് കടലിനഭിമുഖമായി പീരങ്കികൾ നിരത്തിവെച്ചിരിക്കുന്നത് കാണാം. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ തന്നെയാണ് അതെല്ലാം. കടൽ തീരത്ത് തന്നെയാണ് കോട്ട. വലതുവശത്ത് ഇക്കാണുന്നത് ഇപ്പോൾ പട്ടാള പരേഡും മറ്റും നടക്കുന്ന മൈതാനമാണ്. നേരെ മുന്നിൽ കിങ്സ് ടവർ. ആ ടവറിനകത്താണ് പണ്ട് ജയിൽ പ്രവർത്തിച്ചിരുന്നത്. ഗുഹാസമാനമായ ആ സെല്ലുകളിൽ തടവ് പുള്ളികളുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായിരുന്നു. 1771 കിങ്സ് ടവറിന്റെ നിർമ്മാണം പൂർത്തിയായത്. റിയൽ ഫെലിപ്പെ ഫോർട്രസിൽ ഏറ്റവും അവസാനം നിർമ്മിതമായ ഭാഗങ്ങളിലൊന്നായിരുന്നു ഈ ടവർ. 1990കളിലാണ് ഇത് ഈ വിധം പുനരുദ്ധരിച്ചത്. കോട്ടയുടെ പ്രധാന ഭാഗത്തു നിന്നും ടവറിലേക്ക് കടക്കാൻ ഒരു പാലമുണ്ട്. ആ പാലം മുകളിലേക്ക് വലിച്ചുയർത്തുന്നതോടെ ടവറിലേക്ക് കടക്കാനോ അവിടെയുള്ളവർക്ക് പുറത്തു കടക്കാനോ കഴിയില്ല. പാലം കടന്ന് ഞാൻ ടവറിലേക്ക് കയറി. പുറമേ നിന്ന് കണ്ടതുപോലെയല്ല. ഏതാണ്ട് 60 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള തുരങ്കസമാനമായ വഴി. അത് ടവറിലൂടെ അങ്ങനെ വളഞ്ഞു ചുറ്റിപ്പോവുകയാണ്. തുരങ്കവഴിയുടെ ഉള്ളിലാണ് തടവ് പുള്ളികളെ പാർപ്പിച്ചിരുന്നത്. ഇത്തരം ഓരോ ഇടനാഴിയിലും 80 തടവുകാരെ വരെ നിറച്ചിരുന്നു. ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ ഇരിക്കാനോ കിടക്കാനോ കഴിയാതെ അവരിതിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു പതിവ്. തുരങ്കവഴിയിലൂടെ ഞാൻ ക്യാമറയുമായി കുറച്ചുനേരം നടന്നു. കോളനി ഭരണത്തിൽ നിന്നും പെറു സ്വതന്ത്രമായ ശേഷമാണ് കിങ്സ് ടവർ ജയിലാക്കി മാറ്റിയത്. കോളനിക്കാലത്തും റിയൽ ഫെലിപ്പെ ഫോർട്രസിൽ ഒരു ജയിലുണ്ടായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കുന്ന വലിയ മുറികളായിരുന്നു അത്. ധാന്യങ്ങൾ സംഭരിച്ചു വെക്കാനായി സ്പെയിൻകാർ പണിത വലിയ ഹോളുകളാണ് അവർ ജയിലാക്കി മാറ്റിയത്.
സ്വാതന്ത്ര്യാനന്തരം പെറൂവിയൻ രാഷ്ട്രീയത്തിൽ ഭിന്നസ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോഴാണ് കിങ്സ് ടവറിലെ തുരങ്കവഴികൾ തടവറകളായത്. കൊളോണിയൽ പക്ഷപാതികളായവർ വീണ്ടും സ്പാനിഷ് അധിനിവേശത്തിന് കാരണക്കാരാവും എന്ന സംശയത്താൽ അവരെ പിടികൂടി ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. ക്രൂരമായ പീഡനങ്ങളുടെ ഒരു വേദി തന്നെയായിരുന്നു ജയിലായിരുന്ന കാലത്ത് കിങ്സ് ടവർ. നിർമ്മിതമായ കാലത്ത് വെടിമരുന്നും ആയുധങ്ങളും സൂക്ഷിക്കാനുള്ള ഇടമായിരുന്നു കിങ്സ് ടവറിന്റെ ഒരു ഭാഗം. ടവറിന്റെ മുകൾ നിലയിൽ കടലിലേക്ക് നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെട്ടെങ്കിലും തടവറ എന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. ലോകത്ത് മിക്ക രാജ്യങ്ങളിലുമുണ്ട് ഇത്തരം നിർമ്മിതികൾ. അധിനിവേശത്തിന്റെയും കോളനിവൽക്കരണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും കണ്ണീരിന്റെയും രക്തം ചുരിയലിന്റെയും കഥകൾ ഉറങ്ങുന്നുണ്ട് അവിടെയെല്ലാം. ആ ചരിത്രം കൂടി അറിയുമ്പോഴേ ആ രാജ്യത്തുകൂടിയുള്ള സഞ്ചാരം സാർത്ഥകമാവുന്നുള്ളൂ. കോളനിക്കാലത്ത് പണിത മനോഹര ചത്തുരങ്ങൾ കണ്ട് ആസ്വദിച്ചതുകൊണ്ട് മാത്രമായില്ല. ഇൻകാകളുടെ മാച്ചുപിച്ചു മാത്രം കണ്ടിട്ടും കാര്യമില്ല. അവർ രണ്ടു കൂട്ടരും തമ്മിലുള്ള ബന്ധമെന്തായിരുന്നു, അതിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും എന്തായിരുന്നു എന്നു കൂടി അറിയണം. അത്തരം കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഗൈഡ് മുൻപേ നടക്കുന്നത്. ആ കഥകൾക്ക് അരങ്ങായ വഴികളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.